യേശുപരാ ജീവനെനിക്കായി വേടിഞ്ഞോ ദേവേശ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എം ജ്യോതി മീഡിയയുടെ മരുവിൽ മന്നി എന്ന പ്രഭാതവചന സന്ദേശത്തിലൂടെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളിൽ നമുക്ക് ഫിലോമോൻ്റെ ലേഖന പഠനങ്ങൾ തുടർമാനമായിട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അല്പം ശുശ്രൂഷ സംബന്ധിച്ചുള്ള തിരക്കുകളും പ്രവർത്തനങ്ങളിലൊക്കെ ആയിരുന്നുകൊണ്ട് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഒരല്പം താമസമുണ്ടായി. പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഇന്ന് ദൈവജനമേൽപ്പാൻ തക്കവണ്ണം ദൈവം തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ 5 ആഴ്ചകളായിട്ട് ചിന്തിച്ചു വരുന്നത് ഫിലോമോൻ്റെ ലേഖന പഠനമായിരുന്നുവല്ലോ. ഇന്ന് നമ്മൾ 6ാമത്തെ എപ്പിസോഡാണെന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഉള്ള എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, അതീ വിശദീകരണം കൂടാതെ വണ്ണം. കൊലോസ്യയിലെ സഭയിലെ ഏറ്റവും മുഖ്യനായ ഒരു വ്യക്തിയായിരുന്നു, അല്ല, കൊലോസ്യ സഭ അവിടെ ഉണ്ടായിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസിയാകുന്ന ഫിലോമോൻ്റെ ഭവനത്തിൽ വെച്ച് നടന്നുവെന്നും ഫിലോമോൻ്റെ ഭവനത്തിൻ്റെ വാതായനം അതിനുവേണ്ടി തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു കൂട്ടായ്മ ഫിലോമോൻ്റെ ഭവനത്തിൽ നടക്കുന്നുണ്ടായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഒരു ധനികനും പ്രമാണിയുമായിരുന്ന ഫിലോമോൻ്റെ വീട്ടിലെ ഒരു ജോലിക്കാരനായിരുന്ന ഒനോസിമോസ് എന്ന് പറയുന്ന ഒരു അടിമ ആ വീട്ടിൽ നിന്ന് എന്തോ വിലപിടിപ്പുള്ള വസ്തു മോഷ്ടിച്ചോ അല്ലെങ്കിൽ മറ്റെന്തോ വലിയ തെറ്റ് ചെയ്ത് അവിടെ നിന്ന് താൻ ഒളിച്ചോടുകയാണ്. കൊലോസിൽ നിന്ന് ഒളിച്ചോടിയ ഈ ഒനോസിമോസ് തൻ്റെ ജീവരക്ഷാർത്ഥം താൻ ഓടി 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 വളരെ ദൂരം യാത്ര ചെയ്ത് റോമിലെത്തുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. റോമെന്ന് പറയുന്നത് അക്കാലത്തെ ഒരു ഒളിസങ്കേതമാണ്. ഏതൊരു കുറ്റവാളിക്കും സ്വൈരവിഹാരം നടത്തുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട, അതിന് സർവ്വ സ്വാതന്ത്ര്യമുള്ള, ഏത് ക്രിമിനലിനും അവിടെ വന്ന് സ്വൈരമായി പാർക്കുവാനും ഒക്കെയുള്ള സൗകര്യമുള്ള ഒരു സാഹചര്യമായിരുന്നു റോമിനെന്ന ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഒനോസിമോസ് അവിടെ ഓടിയെത്തി ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവനിശ്ചയപ്രകാരം അവിടെ കാരാഗ്രസ്തനായി ബന്ധനസ്ഥനായിരുന്ന പൗലോസുമായിട്ട് താൻ പരിചയപ്പെടുന്നു. പൗലോസുമായിട്ട് ബന്ധപ്പെട്ട് താനിങ്ങനെ പോകും വഴിയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം പിടിക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ആഗോളം അധ്വാനിക്കുന്ന പൗലോസ്, ഏതൊരു മനുഷ്യനെ കണ്ടാലും അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ആഴമായി ചിന്തിക്കുന്ന പൗലോസ്, തൻ്റെ ജീവിതം സമ്പൂർണമായിട്ട് ത്യാഗം ചെയ്ത് ക്രൂശിതനായ ക്രിസ്തുവിന് വേണ്ടി തന്നെ ഏൽപ്പിച്ച് അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ ബലിയർപ്പിക്കാൻ പോലും അർപ്പിതനായ പൗലോസ്. ഭാഗ്യവശാൽ ഒരു വലിയ തെറ്റ് നിമിത്തമായിട്ട് ഓടി രക്ഷപ്പെട്ട ഈ ഒനോസിമോസ് റോമിൽ വെച്ച് പൗലോസുമായിട്ട് ബന്ധപ്പെടുവാൻ ഇടയുണ്ടായത് നിമിത്തം അവർ തമ്മിലുള്ളതാകുന്ന ഒരു വലിയ അടുപ്പവും ബന്ധവും സ്നേഹവും നിമിത്തം പൗലോസിനുണ്ടായിരുന്ന സുവിശേഷാത്മാവ് ഒനോസിമോസ് എന്ന് പറയുന്ന ആ മഹാഭാവിയെ, ആ ക്രിമിനലിനെ അല്ലെങ്കിൽ ആ മോഷ്ടാവിനെ മാനസാന്തരത്തിലേക്ക് നയിപ്പാൻ തക്കവണ്ണം കാരണമാക്കി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. മാനസാന്തരത്തിലേക്ക് വന്ന ഈ ഒനോസിമോസിനെ തൻ്റെ മാനസാനന്തരം ആരോട് താൻ തെറ്റ് ചെയ്തോ അവരുടെ അടുക്കിലേക്ക് കടന്നു പോകണമെന്നും ആരുടെ മുൻപിലാണ് തനിക്ക് പിഴ പറ്റിയത് അവരോട് ഇന്ന് പ്രായശ്ചിത്തം ചെയ്ത് നീതിയും നെരുപ്പും പ്രാപിക്കണമെന്നുള്ളതാകുന്ന ദൈവവചനത്തിൻ്റെ ആഴമാകുന്ന അറിവ് നിമിത്തമായിട്ട് പൗലോസ് ഒനോസിമോസിനെ കൊലോസ്യനുള്ളതാകുന്ന ഫിലോമോൻ്റെ അടുക്കിലേക്ക് കൊടുത്തുവിടുന്ന ഒരു കത്ത് മുഖേന കൊടുത്തുവിടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ വലിയ വിശദീകരണം കൂടാതെ തന്നെ ഞാൻ ഈ വിഷയത്തിലേക്ക് കടപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളിങ്ങനെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചിന്തിച്ചു വന്ന പ്രകാരം
ഇന്ന് നമുക്ക് ചിന്തിപ്പാനുള്ളത് 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽപ്പെടുന്നതാകുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഒത്തിരി ആഴമായിട്ട് ഓരോ വാക്കുകളും വചനങ്ങളും എടുത്ത് ചിന്തിപ്പാൻ നോക്കിയാൽ ഈ എപ്പിസോഡ് വളരെ ദൈർഘ്യം നീണ്ടുപോകുമെന്നുള്ളതിനാൽ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ നമ്മളെടുത്ത് അതൊന്ന് ചിന്തിച്ചും പഠിച്ചും മനസ്സിലാക്കിയും മുൻപിലേക്ക് കടന്നു പോകാനായിട്ടാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇവിടെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളുടെ ആദ്യ ഭാഗങ്ങളിലുള്ള മുഖ്യമായൊരു അനുഭവമാണ് ഞാൻ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്നത്. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: കർത്താവായ യേശുക്രിസ്തുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിൻ്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് സ്നേഹവും വിശ്വാസവും. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മളത് കാണുന്നത് 4-5 വാക്യങ്ങളിൽ നമുക്കതിൽ നിന്ന് അടിസ്ഥാനപരമായിട്ട് കാണുവാൻ സാധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സകല വിശുദ്ധന്മാരോട് നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട്. അപ്പോൾ ഫിലോമോനിൽ അന്തർലീനമായി കിടക്കുന്ന, ഫിലോമോനിൽ അടിയുറച്ചതാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനോടുള്ളതാകുന്ന സ്നേഹവും വിശ്വാസവും. ദൈവത്തെ സ്നേഹിക്കുന്നു, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ഈ സ്നേഹിച്ചത് തത്നിമിത്തമായിട്ട് ഫിലോമോൻ ദൈവത്തിൽ ആഴമായിട്ടൊരു വിശ്വാസമുണ്ടായി. നമുക്കെവിടെയും അങ്ങനെയാണ്. നമ്മളാദ്യം ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു. സ്നേഹത്തിൻ്റെ ആഴങ്ങൾ കൂടുന്നതിനെ അനുസരിച്ച് ആ മനുഷ്യനിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നു, വളരെ വിശ്വസിക്കുന്നു, കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു, തീർത്തും വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത്, നിനക്ക് യേശുക്രിസ്തുവുള്ളതാകുന്ന വിശ്വാസം, യേശുക്രിസ്തുവുള്ള വിശ്വാസം നിമിത്തമായിട്ട് സകല വിശുദ്ധന്മാരോടുള്ളതാകുന്ന സ്നേഹം. ദൈവത്തിന് സ്തോത്രം. ഈ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മൊത്തമായിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ പൗലോസ് ഫിലോമോന് വേണ്ടി പ്രാർത്ഥിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഇതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പൗലോസിൻ്റെ ഈ ലേഖനത്തിൽ, പൗലോസ് ഈ ഫിലോമോന് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വളരെ വളരെ സൂക്ഷ്മബുദ്ധിയോടുകൂടി, വളരെ വിശാല മനസ്ഥതയോടുകൂടിയാണ് പൗലോസ് ഫിലോമോൻ ഈ കത്തെഴുതുന്നത്. നമ്മൾ ആഴം മുൻപിലേക്ക് പഠിച്ചു വരുമ്പോൾ അതിൻ്റെ വളരെ ആഴങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയൊരു ലേഖനമാണെങ്കിൽ തന്നെയും വളരെ 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 ആശയസമ്പത്ത് നിറയപ്പെട്ട, വളരെ സ്നേഹസമ്പൂർണമാകുന്ന, വലിയൊരു ത്യാഗസമ്പൂർണമാകുന്ന അനുഭവങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് പൗലോസ് ഫിലോമോനെക്കുറിച്ച് പറയുന്ന ഒരു വലിയ കാര്യം, നിനക്ക് യേശുവിനോടും കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട്. പൗലോസ് അപ്പോൾ കാരാഗ്രഹത്തിലാണെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ സ്തോത്രം, ഫിലോമോനെക്കുറിച്ച് നല്ല കേൾവികൾ കിട്ടുന്നുണ്ട്. ഫിലോമോൻ്റെ അന്നെന്നുള്ളതാകുന്ന അവിടെ സഭയെക്കുറിച്ചും ഫിലോമോൻ അവിടെ വിശ്വാസികളോടും ദൈവത്തോടും ഒക്കെ കാണിക്കുന്ന കൂറ്, പ്രവർത്തനത്തിൻ്റെ തൻ്റെ ഊർജ്ജസ്വലത, പ്രവർത്തനത്തിൻ്റെ സത്യസന്ധത, ആത്മാർത്ഥത, ഇങ്ങനെ ഫിലോമോൻ തൻ്റെ സഭയിൽ ചെയ്യുന്ന സകല കാര്യങ്ങളും അതിൻ്റെ യാതൊരുവിധമാകുന്ന കുറവും കൂടാതെ, പോരായ്മകളും കൂടാതെ, കാരാഗ്രഹത്തിലായിരിക്കുന്ന ഏറെക്കുറെ 2000 കിലോമീറ്റർ ദൂരത്തിൽ റോമിൽ കാരാഗ്രഹത്തിലായിരിക്കുന്ന പൗലോസിൻ്റെ കാതുകളിൽ എത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
അത്ര വലിയ സംഭവമാണ്. നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാൾ, വളരെ നമ്മളെ സ്നേഹിക്കുന്ന, വളരെ നമ്മളെ കുറിച്ച് നന്മ ആഗ്രഹിക്കുന്ന ഒരാൾ വിദേശ രാജ്യങ്ങളിലോ മറ്റ് ദൂരെ എവിടെയെങ്കിലും പാർക്കുന്നു എന്ന് കരുതുക. അങ്ങനെ പാർക്കും വേളകളിൽ ആ മനുഷ്യൻ്റെ കാതുകളിൽ ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് നമ്മളെക്കുറിച്ച് നല്ലത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നല്ല പ്രവൃത്തികൾ, ശുശ്രൂഷയിലെ ഉയർച്ചകൾ, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, അതിൻ്റെ മഹത്വം, ദൈവത്തോടുള്ള നീതി, ദൈവജനത്തോട് കാണിക്കുന്നതാകുന്ന വിശ്വസ്തത, ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തത, കൂറ്, താൻ സുവിശേഷ നിമിത്തം തൻ്റെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് താൻ ചെയ്യുന്ന അധ്വാനങ്ങൾ, കഷ്ടങ്ങൾ, ഇതൊക്കെ അതിൻ്റെതായ അളവിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ വളരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുടെ കാതുകളിൽ എത്തുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അത് വളരെ ഊർജ്ജസ്വലമേക്കുന്നതാണ്. അത് വളരെ സന്തോഷകരമാണ്. എന്നാൽ പലപ്പോഴും ഈ ആളുകളിൽ അങ്ങനെയല്ല. പലപ്പോഴും നമുക്കവിടെ കാണുന്നത് ഇതിന് വിരുദ്ധമായിട്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പൗലോസിൻ്റെ അടുക്കൽ ഫിലോമോനെ കുറിച്ചുള്ള നല്ല നല്ല വാർത്തകൾ എത്തിപ്പിക്കാൻ തക്കവണ്ണം ആത്മാർത്ഥതയുള്ള, ദൈവഭയമുള്ള, സത്യസന്ധതയുള്ള, ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തത പുലർത്തുന്ന ചില ജീവിതങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ പൗലോസ് ഫിലോമോനെ കുറിച്ച് കേൾക്കുന്നതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ കേൾക്കും തോറും ഫിലോമോനുള്ളതാകുന്ന താല്പര്യം വർദ്ധിക്കുകയാണ്, സ്നേഹം വർദ്ധിക്കുകയാണ്, ഫിലോമോനെ കുറിച്ച് നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അതെ, നമ്മൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരാളുടെ വാർത്തകൾ, നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ, സന്തോഷം പ്രദാനം ചെയ്യുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്തുവിൽ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിൽ പുഷ്ടി പ്രാപിക്കുന്നുവെന്നും പിതാവായ ദൈവത്തോടും പുത്രനാകുന്ന ക്രിസ്തുവോടൊത്ത് നീതി പുലർത്തുന്നുവെന്നും വിശ്വസ്തത പുലർത്തുന്നുവെന്നും സത്യസന്ധതയോടുകൂടി ശുശ്രൂഷാ മണ്ഡലങ്ങളിലും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ആയിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ്. എൻ്റെ പ്രയത്നങ്ങൾ ഫലശൂന്യമായി തീർന്നില്ല, ഫലകരമായി തീർന്നിരിക്കുന്നു. ഇവിടെ തന്നെ പൗലോസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവം ഇതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ പൗലോസ്, ഇതിലൂടെയെല്ലാം പൗലോസ് ആഗ്രഹിക്കുന്നത് ഒനോസിമോസ് എന്ന് പറയുന്ന ഈ അടിമയെ ഏറ്റവും ഉത്തമമായ രീതിയിൽ, ഏറ്റവും സത്യസന്ധമായിട്ട്, ഏറ്റവും ഭംഗിയായ രീതിയിൽ ഫിലോമോൻ ഉൾക്കൊള്ളണം, കൈക്കൊള്ളണം, അവനെ സ്വീകരിക്കണം. അവനോട് യാതൊരു വിധത്തിലുള്ളതാകുന്ന പക്ഷഭേദം കാണിക്കരുത്. നഷ്ടകഷ്ടങ്ങൾ നിനക്ക് സംഭവിച്ചു, ശരി, നീ അതിൽ നിന്നൊന്നും നിനക്ക് വേദന തോന്നരുത്. ആയതിനു വേണ്ടി വളരെ തന്ത്രപരമായിട്ട് തന്നെ പൗലോസ് ഫിലോമോന് ആശയങ്ങൾ പകരുകയാണ്, ബുദ്ധി പകരുകയാണ്. അപ്പോൾ തന്നെ പൗലോസിൻ്റെ വാക്കുകളൊക്കെ വളരെ വളരെ ചാതുര്യത നിറഞ്ഞതാണ്. ഇവിടെ വായിക്കുന്നു, കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടു. പൗലോസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റ് പലയിടങ്ങളിലും ഇതിനെ തിരിച്ചാണ് സംസാരിക്കാറുള്ളത്. നമുക്ക് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിന്നും നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും. അപ്പോൾ നോക്കണമേ, കൊലോസ്യ ലേഖനത്തോട് കൊലോസ്യ ലേഖനം എഴുതുമ്പോൾ കൊലോസ്യ ലേഖനത്തിന് ലേഖനകർത്താവായിരിക്കുന്ന കൊലോസ്യ സഭയോട് പറയുകയാണ്, 4-ാം വാക്യത്തിൽ കാണും, 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട്. ഇവിടെയും പൗലോസ് കേൾക്കുകയാണ്. എന്താണ്? കൊലോസ്യ സഭയിലെ വിശ്വാസികളുടെ നല്ല ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ആ അനുഭവത്തിന് കാരണം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട്
എത്ര ധന്യമാണ്, എത്ര മഹത്വകരമാണ്, എത്ര ശ്രേഷ്ഠകരമാണ്, എത്ര അനുഗ്രഹപ്രദമാണ്. നോക്കണമേ, ഈ ഭൂമിയിൽ നമ്മൾ യേശുവിനെ കണ്ടത് നിമിത്തം എത്ര സന്തോഷമാണ് നമുക്ക്. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെന്നിട്ടുള്ളപ്പോൾ, നോർത്ത് ഇന്ത്യയുടെ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ ഒക്കെ ചെല്ലുമ്പോൾ അവിടെ ഇന്ത്യക്കാരോ പ്രത്യേകിച്ച് മലയാളികളോ വളരെ കുറവാണെങ്കിൽ അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ ആരൊക്കെയോ പറഞ്ഞറിയുന്നു, ഇന്നിടത്ത് ഒരു മലയാളിയുണ്ട്, ഇന്ന പ്രദേശത്ത് ഒരു മലയാളി താമസിക്കുന്നുണ്ട്. ദീർഘനാളുകളിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ജീവിച്ചൊരു വ്യക്തിയായതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥമാകുന്ന അനുഭവ സന്തോഷം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മറ്റ് വിദേശ രാജ്യത്തിലാണെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ, നമുക്കൊരു ഇന്ത്യക്കാരെ കാണുവാനോ കേൾക്കുവാനോ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഒരു ഇന്ത്യക്കാരനടുത്ത് ജീവിക്കുന്നു, താമസിക്കുന്നു എന്നറിഞ്ഞാൽ ആ മനുഷ്യനെ കാണാൻ തക്കണം നമുക്കൊരു താല്പര്യം ഉണ്ടാവും. അന്യോന്യം കാണുമ്പോൾ അവിടെ ജാതി മതവർഗങ്ങളൊന്നും പറയുന്നില്ല. ഏത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ്, UP, ഹരിയാന, കേരളം, ഇതാണ് അവരുടെ നോക്കുന്നത്. കുറച്ചുകൂടെ ആഴത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു മലയാളിയെ നമ്മൾക്ക് ഏതെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും മുക്കിലോ മൂലയ്ക്കോ ചെല്ലുമ്പോൾ അവിടെ ഒരു മലയാളിയെ കാണുവാൻ പറ്റിയാൽ കേരളത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയുള്ള ചിന്തകളല്ല അവിടെ. കേരളത്തിലൊരു മലയാളിയെ, ഒരു വിശ്വാസിയെ കണ്ടു കഴിഞ്ഞാൽ പല ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പ്രത്യേകിച്ച് ചില വ്യത്യസ്തരായ മനുഷ്യരിൽ ഒരു വിശ്വാസിയെ കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് ഏത് പ്രസ്ഥാനമാണ്. അപ്പോൾ അത് തങ്ങളുടെ സ്വന്തം പ്രസ്ഥാനമാണെന്ന് അറിഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹം. ആ പ്രസ്ഥാനം അല്ല വേറൊരു പ്രസ്ഥാനമെന്ന് പറഞ്ഞാൽ സ്നേഹമുണ്ടെങ്കിൽ തന്നെയും അത്രയും കാണാറില്ല. പലയിടത്തെങ്കിലും കാണുന്നൊരു വിഷയമാണ്. പ്രസ്ഥാന ഭ്രാന്ത് പലരിലും ഉണ്ട്. പ്രത്യേകിച്ച് അല്ല ഒരു ഇൻഡിപെൻഡൻ്റ് ആണല്ലേ വേറൊരു ചർച്ചാണെന്ന് കേൾക്കുന്നുണ്ടേ സ്നേഹമുണ്ടെങ്കിൽ അത്രയും വലിയ സ്നേഹം കാണത്തില്ല. ദൈവദൃഷ്ടം. പിന്നീട് അതിനും അപ്പുറം പോയിട്ട് ഒരു മലയാളിയാണ് എന്നുള്ള മാത്രമേ ഉള്ളൂ പറയാനുള്ളെങ്കിൽ, മലയാളിയാണ്, ഓ ശരി മലയാളിയാണല്ലേ, ഏത് ജില്ലയാണ്? അപ്പോൾ പറയുന്നു ഒരുപക്ഷേ പരിചയപ്പെടുന്നവർ ഒന്ന് കാസർഗോഡ് ജില്ലയും ഒരു പാറശാലക്കാരനുമാണെന്ന് കരുതുക. പാറശാലക്കാരൻ ഒരു കാസർഗോഡ് ജില്ലക്കാരനെ ആഫ്രിക്കയിലെ ഏതെങ്കിലും രാജ്യത്തിൽ വെച്ച് കണ്ടു. അവിടെ തമ്മിൽ കാണുമ്പോൾ ഒരു വലിയ സ്നേഹബന്ധമാണ്, ഒരു വലിയ സ്നേഹമാണ് പ്രകടമാക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആരെ തമ്മിൽ കണ്ടാലും പല ചിന്തകളിനിടയ്ക്ക് വേറെ ചില ചിന്തകൾ, അതിന് കുറച്ചുകൂടെ ആഴത്തുള്ള ചിന്തകൾ വരാറുണ്ട്. അപ്പോൾ പിന്നെ ഏത് സാവിക വിഭാഗമാണ് പെന്തക്കോസ്തുകാരനാണെങ്കിൽ, അതല്ല ഒരു വിശ്വാസിയല്ല എങ്കിൽ പിന്നെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇവന് നമ്മുടെ മതത്തെ സ്നേഹിക്കുന്ന പുള്ളിയാണോ, നമ്മുടെ മതത്തിന് ദ്രോഹിക്കുന്ന പുള്ളിയാണോ, ഇങ്ങനെയൊക്കെയുള്ള ചില മാനുഷികമായ ചിന്തകളൊക്കെ കടന്നു വരാറുണ്ട്. ദൈവസ്തോത്രം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഈ വകയായിട്ടുള്ള യാതൊരു ചിന്തകളും ഉണ്ടാകുന്നില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന്, ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സത്യസന്ധമായിട്ട് എവിടെ വെച്ച് കണ്ടാലും എൻ്റെ സ്വന്തം സഹോദരനാണവൻ. ലോകത്തിൻ്റെ എവിടെ വെച്ച് കണ്ടാലും ആത്മാർത്ഥമാകുന്നൊരു സ്നേഹമുണ്ടാകുക. അതെന്താണ്? ക്രിസ്തയേശുവിലുള്ള വിശ്വാസം നിമിത്തമാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, ക്രിസ്തയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും. അപ്പം ക്രിസ്തയേശുവിലുള്ള വിശ്വാസം നിമിത്തമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു? സകല വിശുദ്ധന്മാരോടും ഭയങ്കരമാകുന്നൊരു സ്നേഹമുണ്ട്. അത് ഈ ഭൂമിയിൽ നമ്മുടെ ഒരു അമ്മയോ അപ്പനോ പ്രസവിച്ച് നമുക്കുണ്ടാകുന്ന നമ്മുടെ സഹോദരങ്ങളിൽ അധികമായിട്ട് ഉള്ളൊരു ബന്ധമാണ് ക്രൂശിതനാകുന്ന ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തനിമിത്തമുള്ളതാകുന്ന ബന്ധം. അത് ഇവിടെ 40, 60, 80 വർഷം കൊണ്ട് തീരുന്ന ഒരു ബന്ധമല്ല. ഇവിടെ ഒരു അപ്പനും അമ്മയ്ക്കും പിറന്ന 2 മക്കളാണെങ്കിൽ അവരുടെ സ്നേഹബന്ധങ്ങൾ, അവരുടെ ബന്ധങ്ങളൊക്കെ ശവക്കല്ലറോടുകൂടി മരണത്തോടുകൂടി തീരുകയാണ്. എന്നാൽ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താൽ അതേ വിളിച്ച് വേർതിരിക്കപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതങ്ങൾ, അവർക്ക് നിത്യതയിലും 1000 വർഷക്കാലം അനുഭവിക്കേണ്ടിയ അനുഭവം പങ്കിടേണ്ടിയ, ഇവിടെ മരിച്ചു മാറിയാലും പിന്നീട് ആയാറിൽ സ്വർഗത്തിൽ 1000 വർഷക്കാലം പിതാവായ ദൈവത്തോടും പുത്രനാകുന്ന ക്രിസ്തുവിനോടും അനവധി വിശുദ്ധന്മാരോടും ചേർന്ന് ഒത്തൊരുമിച്ചായിരിക്കേണ്ട അവസ്ഥ ആ ഒരു ആത്മീയ സന്തോഷമാക്കിയാൽ ആ സന്തോഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ നിമിത്തം നമ്മൾ എന്തെല്ലാം നന്മ അനുഭവിക്കുന്നു. ഒരു ദൈവവൈതൽ എന്ന നിലയിൽ എത്ര നന്മ അനുഭവിക്കുന്നു. നോക്കണമേ,
നമുക്ക് തന്നെ എന്തുമാത്രം പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്, പ്രവർത്തനത്തിന് എത്ര സഹകാരികളുണ്ട്. ഒരുപക്ഷെ കേരളത്തിൻ്റെ പല ഇടങ്ങളിൽ ജനിച്ചവരും വളർന്നവരുമായിരിക്കാം, പല മാതാപിതാക്കളെ ജനിച്ചു വളർത്തപ്പെട്ടവരായിരിക്കാം, പല മതവിഭാഗത്തിൽപ്പെട്ടവരായിരിക്കാം. പക്ഷെങ്കിൽ ക്രൂശനാകുന്ന ക്രിസ്തുവിൻ്റെ വിശ്വാസിയാണ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇവിടെ പൗലോസിനെ നമ്മൾ സ്നേഹിക്കാനും അതല്ലേ കാരണം. സകല മനുഷ്യരെയും, ഭൂമിയിലുള്ള സകല മനുഷ്യരെയും പൗലോസ് സ്നേഹിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസമാണ്. കർത്താവായ യേശുക്രിസ്തു വിശ്വാസം നിമിത്തം സകല മനുഷ്യരോട്, സകല വിശ്വാസികളോടുള്ള ആത്മാർത്ഥമാകുന്നൊരു സ്നേഹം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഒരുപക്ഷേ വിശ്വാസത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ആഴമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോട് നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരിക്കണം. അവിടെ പക്ഷാഭേദങ്ങൾ ഉണ്ടാകരുത്. ജാതി മത വർഗ്ഗവർണ്ണ ചിന്തകൾ നമ്മളിൽ ഉണ്ടാകരുത്. കുചേരനെന്നോ പണ്ഡിതനെന്നോ പാമരെന്നോ അവരെന്നോ സവരെന്നോ ഉള്ളതാകുന്ന ജഡികവും പൈശാചികവുമാകുന്ന ചിന്തകൾ ഒരു ദൈവത്തിൻ്റെ പൈതലിൽ ക്രൂശനാകുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു വിശ്വാസിയിൽ ഉണ്ടായിക്കൂടാ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഇത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഓർത്തും കൊണ്ട് നോക്കണമേ. ഇവിടെ എഫേസ്യ ലേഖനകർത്താവിനോട് പറയുകയാണ്, ഇത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെ, കർത്താവായ യേശു ക്രിസ്തു നിമിത്തം സകല വിശുദ്ധന്മാരെയും നമ്മൾ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര മഹാധന്യമാണ്! എത്ര സഹോദരങ്ങളുണ്ടാകുന്നു, എത്ര സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുന്നു, എന്തുമാത്രം സഹോദരങ്ങളെ നമുക്ക് ദൈവം തരുന്നു. പത്രോസ് ചോദിക്കുന്നു, സകലതും വിട്ട് ഇതെല്ലാം വിട്ട് ഞാൻ നിൻ്റെ പിന്നാലെ വന്നാൽ എനിക്ക് എന്ത് ലഭിക്കും, ഞങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പത്രോസിന് പറയുകയാണ്, നിനക്ക് 100 1000 സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ഈ ഭൂമിയിൽ ലഭിക്കും. സ്വർഗത്തിൽ വലിയ നിക്ഷേപങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകും. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ട നോട്ടമായിട്ട് 100 അല്ല 1000 സഹോദരങ്ങളെ അതേ ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശുവിലുള്ള വിശ്വാസം നോട്ടം. ഇവിടെ നമ്മൾ പൗലോസ് ഇവിടെ ഫിലോമോൻ എഴുതുമ്പോൾ കാണുകയാണ്, അല്ലയോ ഫിലോമോനെ, നിനക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് സകല വിശുദ്ധന്മാരോടുള്ള നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട്. അപ്പോൾ പൗലോസ് കേട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും ഈ നമ്മളെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ മറ്റൊരാളുടെ കാതുകളെത്തുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചാൽ ഏറ്റവും ധന്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ആരെയും കുറിച്ച് പൗലോസ് കേട്ടിട്ടുള്ളതൊക്കെ ഫിലോമോനെക്കുറിച്ച് നല്ല വാർത്തകളാണ്. ഒരുപക്ഷേ ഫിലോമോനെ കുറ്റവും കുറവും കണ്ടുപിടിച്ചുകൊണ്ട് അവൻ്റെ നെഗറ്റീവും പരാജയങ്ങളും കണ്ടുപിടിച്ചുകൊണ്ട് അത് പൗലോസിൽ എത്തിപ്പാൻ തക്കവണ്ണം ഒരുപക്ഷേ മനുഷ്യന് ഉരുമ്പെട്ടിരിക്കാം, പിശാച് പ്രവർത്തിപ്പിച്ചിരിക്കാം. പക്ഷെങ്കിൽ പൗലോസിൻ്റെ അടുക്കൽ അപ്രകാരമുള്ളതാകുന്ന വാർത്തകൾ ചെല്ലാണ്ട് വരാതെ വേണം. ദൈവം അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നാം പറയാറുണ്ട്, ഞാൻ പറയുന്ന എപ്പോഴും എൻ്റെ ശുശ്രൂഷ വേളകളിലൊക്കെ പറയാറുള്ള കാര്യമാണ്, നമ്മൾ ആരെക്കുറിച്ച് ദോഷം പറയരുത്. തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് അത് കർശനമായിട്ട് വിലക്കുകയും അതിനെ താക്കീത് ചെയ്യുകയും ചെയ്യണം. അതല്ലെങ്കിൽ അതും പാവമാണ്. പക്ഷെങ്കിൽ വേറൊരുവൻ്റെ ശുശ്രൂഷയ്ക്ക് നമ്മൾ ദോഷം വരുന്ന വാക്കുകൾ പറയരുത്. അത് നമ്മുടെ ശുശ്രൂഷയെ ബാധിക്കും. അത് ദൈവികമല്ല, ആത്മീയമല്ല, അത് പൈശാചികമാണ്. മറ്റൊരുവന് ബലഹീനതകളോ പോരായ്മകളോ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവനെ തിരുത്തിക്കൊണ്ടു പോകുക, അവനോട് ക്ഷമിച്ച് സഹിച്ചും പോകുക. പലയിടങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെക്കുറിച്ച് ദോഷവാക്കുകൾ പറയുന്ന പലരെയും എൻ്റെ അടുക്കലും എത്താറുണ്ട്, ഞാനും കേൾക്കാറുണ്ട്. എന്നാൽ അതൊന്നും ചെവിക്കൊടുക്കാറില്ല. കാരണം അവരൊക്കെ ചിന്തിക്കുന്നത് മറ്റൊരുവൻ്റെ ശുശ്രൂഷയിൽ അവനെ പരാജയപ്പെടുത്തുക, അവൻ ശുശ്രൂഷയിൽ ഫെയിലറാണെന്ന് പരസ്യം ചെയ്യുക, അവൻ ശുശ്രൂഷ ശരിയല്ല, അവൻ ശുശ്രൂഷയിൽ ശരിയല്ല, അങ്ങനെയുള്ള പോരായ്മകളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒരുവനെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയും എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു, ഞാൻ കേമനാണെന്ന് ഞാൻ മിടുക്കലാണെന്ന് അറിയിപ്പാൻ തക്കവണ്ണം ഞാൻ പറയാറുണ്ട്. എൻ്റെ കയ്യിലൊരു പേനയുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ പേന കൊണ്ട് ഞാൻ നല്ല രീതിയിൽ അങ്ങ് എഴുതുക. എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ അനുസരിച്ച് ഈ പേന നല്ല രീതിയിൽ തെളിയുന്നുവെങ്കിൽ ഞാൻ നല്ല രീതിയിൽ അങ്ങ് എഴുതുക. ഞാൻ എഴുതുന്ന എഴുത്ത്, എൻ്റെ പേനയുടെ മഹത്വവും എൻ്റെ കൈയക്ഷരത്തിൻ്റെ നൈപുണ്യവും മറ്റൊരാൾ കണ്ടിട്ട് എന്നെക്കുറിച്ച് നല്ലതെന്ന് പറയട്ടെ.
ഞാൻ എൻ്റെ കയ്യിലുള്ള പേന കൊണ്ട് നല്ലത് എഴുതി, നല്ലവണ്ണം എഴുതി, എൻ്റെ പേന തെളിയുന്നില്ല എങ്കിൽ എൻ്റെ തെളിയാത്ത പേനയുടെ കുറ്റമല്ല ഞാൻ പരിഹരിക്കാൻ നോക്കുന്നത്, അതിൻ്റെ പോരായ്മയല്ല ഞാൻ പരിഹരിക്കാൻ നോക്കുന്നത്. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പേന മോശമാണെന്ന് പറഞ്ഞു വരുത്തിക്കൊണ്ട് എൻ്റെ മോശമാകുന്ന പേനയെ ഞാൻ മഹത്വീകരിക്കാൻ നോക്കിയാൽ ഇതിൽ പരം ഏറ്റവും മോശവും ഏറ്റവും നീചവും ഹീനവും പൈശാചികവുമാകുന്ന കാര്യം എന്തുണ്ട്? പൗലോസ് ഇവിടെ ഫിലോമോനെക്കുറിച്ച് യേശുക്രിസ്തുവിലുള്ളതാകുന്ന വിശ്വാസവും അത് നിമിത്തം സകല മനുഷ്യരോടുള്ള സ്നേഹത്തെയും കുറിച്ച് പൗലോസ് കേട്ടു. ആ കേട്ട നിമിത്തമായിട്ട് പൗലോസ് ഫിലോമോനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്, ഫിലോമോന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുവനെക്കുറിച്ച് നമ്മൾ നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് കേൾക്കുന്നവർക്കൊക്കെ പിന്നെയും ആ മനുഷ്യനോട് താല്പര്യം തോന്നുകയും ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കാരണമായിത്തീരുന്നു. നമ്മളുടെ നാക്കുകളും വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും ഏർപ്പാടുകളും ബന്ധങ്ങളും സംസാരങ്ങളുമൊക്കെ ദൈവം തരുന്ന ബുദ്ധി സാമർഥ്യങ്ങളൊക്കെ മറ്റൊരുവനെക്കുറിച്ച് നല്ലത് മറ്റൊരാളെ കേൾപ്പിക്കുവാൻ, അതേ മറ്റൊരാളെക്കുറിച്ച് നല്ലത് കേൾക്കുവാനുള്ളതാകുന്ന അവസരങ്ങളാക്കി തീർക്കാം. യേശുക്രിസ്തുള്ളതാകുന്ന വിശ്വാസവും സകല വിശുദ്ധന്മാരോടുള്ളതാകുന്ന സ്നേഹവും അപ്രകാരം നമ്മളുടെ പ്രകടമാകട്ടെ. മറ്റൊരുവൻ്റെ ആത്മീയ ജീവിതത്തിന്, ഒരു ബലഹീന വിശ്വാസിയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് അപ്രകാരമുള്ളതാകുന്ന ഇടപാടുകളും ഏർപ്പാടുകളും സംസാരങ്ങളും കാരണമായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഫിലോമോന്റെ ലേഖന പഠനത്തിൻ്റെ 6ാമത് എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.